നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കരുവന്നൂരിൽ CPM നടത്തിയ സഹകരണ കൊള്ളയ്ക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. BJP നടത്തിയ ജനകീയ പോരാട്ടങ്ങളുടെ വിജയമാണിത് എന്നും അദ്ദേഹം സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം പറഞ്ഞു. സഹകരണ സ്ഥാപനങ്ങളിലെ കൊള്ളയ്ക്കെതിരെ സഹകരണ അദാലത്തുകളും പ്രക്ഷോഭങ്ങളും BJP നടത്തി. കണ്ടലയിൽ ഉൾപ്പെടെ അഴിമതിക്കെതിരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു. കരുവന്നൂരിൽ ഇരയ്ക്ക് നീതി കിട്ടാൻ BJP അവസരം വരെ പോരാടും. സഹകരണ കൊള്ളയിൽ CPMന്റെ കൂട്ടുപ്രതികളായതിനാൽ കോൺഗ്രസ് കുറ്റകരമായ മൗനം അപലപിച്ചു. AR നഗറിലും പുൽപ്പള്ളിയിലും മാവേലിക്കരയിലുമൊക്കെ കോൺഗ്രസും UDFുമാണ് പ്രതിസ്ഥാനത്തെത്തിയതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ജനവിധി അട്ടിമറിക്കാനുള്ള നീക്കമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഡീലിമിറ്റേഷൻ. വാർഡ് വിഭജനത്തിനുള്ള മാനദണ്ഡങ്ങൾ മറികടക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി മറികടക്കുകയാണ് എന്ന് അവരുടെ ലക്ഷ്യം. കോൺഗ്രസ് നിയമസഭയിൽ അതിന് വഴങ്ങിക്കൊടുത്തു. വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ BJP ജാഗ്രത സമിതി ഉണ്ടാക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ BJPയുടെയും NDAയുടെയും പ്രസക്തി കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് CPMും UDFും നടത്തുന്ന വിശകലനങ്ങൾ ശരിയല്ല എന്നും ഹിന്ദു സമുദായ സംഘടനകളും ക്രൈസ്തവ സംഘടനകളും BJPക്ക് വോട്ട് നൽകി എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ജനം നൽകിയത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടിയാണ് എന്നും വികസന രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമാണ് BJPക്കുണ്ടായ മുന്നേറ്റമെന്നും പിണറായിയുടെ ജനവിരുദ്ധ ഭരണത്തിനെതിരെയുള്ള വികാരമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും CPMന്റെ മുസ്ലിം പ്രീണനവും അവർക്ക് തിരിച്ചടിയായി എന്നും സുരേന്ദ്രൻ പറഞ്ഞു. ജൂലൈ 9 BJPയുടെ വിശകലന നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരും. അഖിലേന്ത്യാ അധ്യക്ഷൻ JP നദ്ദ യോഗത്തെ അഭിസംബോധന ചെയ്യുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന വക്താക്കളായ KVS ഹരിദാസ്, TP സിന്ധുമോൾ, ജില്ലാ പ്രസിഡന്റ് KS ഷൈജു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.